നല്ലൊരു കറി കൂട്ടി ഊണ് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും അല്ലേ? കുറച്ച് കൂടുതൽ ഊണ് കഴിക്കുകയും ചെയ്യും, ചോറ് കഴിക്കും. അപ്പം അതുപോലെ നമ്മുടെ മനസ്സ് നിറയുന്ന ഒരു കറിയാണ് ഈ മത്തങ്ങാക്കറി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പം അതിൽ വെറും മത്തങ്ങയല്ല, അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. വെറും മത്തങ്ങയാണെങ്കിൽ നമ്മൾ ഒരു അതിന് പ്രത്യേക വികാരമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഈ തക്കാളിയും കൂടെ ചേർക്കുമ്പോഴാണ് അത് നല്ല ടേസ്റ്റിൽ വരുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1/4 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് കഷ്ണങ്ങൾ, 1/2 ഇഞ്ച് വീതിയിലുള്ള കഷ്ണങ്ങളാക്കാം. ഇനി അതൊരു മൺകലത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് വേപ്പിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, ചെറിയ തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ ചിരവിയത് 1/2 കപ്പ്, ചെറിയ ഉള്ളി ഒരു 3 എണ്ണം, നല്ല ജീരകം അതായത് ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ഇളക്കുമ്പോഴേക്കും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉടയും. അപ്പോൾ ഉടയുമ്പോഴാണ് കറി കുറച്ചൊരു തിക്നെസ് തോന്നുക നമുക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിൽ ആ അരച്ച ബൗളിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം, ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. ഇളക്കി നോക്കിയിട്ട് ഒരു 1/4 കപ്പും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം മത്തങ്ങ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ആ സ്പൂൺ വെച്ച് ഒരു 2-3 പീസുകളൊന്ന് ഉടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കറി കുറച്ചിങ്ങനെ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. പിന്നെ ഇത് ഒന്ന് തിളക്കട്ടെ, ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഇനി ഇത് വറുത്തിടാനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വേപ്പിലും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വറ്റൽമുളക് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം കേട്ടോ. എല്ലാം ഒന്ന് ഇളക്കി തന്നെ മൂത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി ഒരു നാടൻ കറിയാണ് ഈ മത്തങ്ങാക്കറി. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും എന്തായാലും കുറച്ച് കൂടുതൽ കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. ഏറ്റവും എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല അടിപൊളി ഒരു മത്തങ്ങാക്കറി നമുക്ക് റെഡിയാക്കാം. മത്തങ്ങ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഇഷ്ടം പോലെ കിട്ടും നമ്മുടെ നാട്ടിൽ. അപ്പോൾ മത്തങ്ങ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന്, ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു.